പ്രിയമുള്ളവരെ, ഞാനിപ്പോൾ നിൽക്കുന്നത് വടകരയിലെ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയുടെ മുന്നിലാണ്. ഈ സൊസൈറ്റി ഒരു വലിയ ചരിത്രം പേറുന്ന ഒരു സഹകരണ സ്ഥാപനമാണ്. വാഗ്ബടാനന്ദൻ സ്ഥാപിച്ച ആത്മവിദ്യാസംഘത്തിൻ്റെ ഒരു സ്ഥാപനമാണ് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി. ഇന്ന് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ സഹകരണ സ്ഥാപനമാണ് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി. ഇതിൻ്റെ സ്ഥാപകൻ വാഗ്ബടാനന്ദ ഗുരു 1907 വടകരയിലെ ചെറുവണ്ണൂരിൽ ആത്മവിദ്യാസംഘം എന്ന സംഘടന സ്ഥാപിച്ചു. ഇദ്ദേഹം ക്ഷേത്രാരാധനയെ എതിർത്തിരുന്നു. ഇതിൻ്റെ പ്രവർത്തനം കോഴിക്കോട് ജില്ലയിലെ കുറ്റ്യാടി, നാദാപുരം, മുക്കാളി, വടകര എന്നിവിടങ്ങളിലും കണ്ണൂർ ജില്ലയിലെ കൂത്തുപറമ്പ്, അഴീക്കോട്, ചുക്ലിയിലും പ്രവർത്തനം നടത്തിയിരുന്നു. കൂടാതെ വാഗ്ബടാനന്ദൻ്റെ ആരാധകരായ പല ആളുകളും കൊച്ചിയിലും തിരുവിതാംകൂറിലും ഉണ്ടായിരുന്നു. വാഗ്ബടാനന്ദൻ ജനിച്ചത് കൂത്തുപറമ്പിലെ പാട്യത്തായിരുന്നു. അച്ഛൻ സംസ്കൃത പണ്ഡിതനായിരുന്നു. യുക്തിബോധവും തർക്കശാസ്ത്രവും വാദപ്രതിവാദവും കൊണ്ട് അദ്ദേഹത്തിന് ഒട്ടനവധി അനുയായികൾ ഉണ്ടായി എന്നുള്ളതാണ് കാരണം. അദ്ദേഹത്തിൻ്റെ ചിന്തകളെ ഇവിടെ വളരെയധികം ചെറുപ്പക്കാരെ ആകർഷിച്ചു. 1906 കോഴിക്കോട് ഒരു സംസ്കൃത വിദ്യാലയം ഇദ്ദേഹം തുടങ്ങി. പഠനം തികച്ചും സൗജന്യമായിരുന്നു. ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് ഇദ്ദേഹത്തിന് വാഗ്ബടാനന്ദ എന്ന പേര് നൽകിയത്. 1927 ഇദ്ദേഹം ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിക്കുകയുണ്ടായി. ഗുരുവുമായി ഇദ്ദേഹം സംവാദത്തിലേർപ്പെടുകയും ഈ ക്ഷേത്രങ്ങൾ ഉണ്ടാക്കുന്നതിനെതിരെ സംസാരിക്കുകയും വിദ്യാലയങ്ങൾ സ്ഥാപിക്കാൻ നാരായണ ഗുരുവിനെ ഉപദേശിക്കുകയും ചെയ്തു എന്നുള്ളത് മറ്റൊരു സംഭവം. വാഗ്ബടാനന്ദൻ്റെ തീക്ഷ്ണമായ വാദമുഖങ്ങൾ നാരായണ ഗുരുവിന് വളരെ ആകർഷകമായി തോന്നി. വടകരയിലെ തീയർക്ക് ഇടയിൽ ഒട്ടനവധി ശരിയല്ലാത്ത ആചാരമുറകൾ ഉണ്ടായിരുന്നു. തിരണ്ട് കല്യാണം, കാലികെട്ട് കല്യാണം, മാറ്റ്, മരണാനന്തര പുല ഇവയ്ക്കെതിരായി ശക്തമായ പ്രചരണം തന്നെ വാഗ്ബടാനന്ദൻ നടത്തുകയുണ്ടായി. തുടർന്ന് ദേശീയ പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെടാൻ ഈ യോഗ്യവര്യൻ മുൻനിന്ന് പ്രവർത്തിച്ചു. മലബാറിലെ കർഷക സമരങ്ങൾ പിന്തുണ നൽകിക്കൊണ്ടും കരിവള്ളൂരിൽ നടന്ന അഭിനവ ഭാരത് യുവസംഘത്തിന് സമ്മേളനത്തിൽ എ വി കുഞ്ഞമ്പുവിനോടൊത്ത് അദ്ദേഹം കർഷകർക്ക് വേണ്ടി, യുവാക്കൾക്ക് വേണ്ടിയും വേദിയിൽ പങ്കെടുത്തു. വടകരയിലെ നാട്ടുപുറങ്ങളിൽ ആത്മവിദ്യാസംഘത്തിലെ പ്രവർത്തകരെ കൊണ്ട് മൺറോഡ് വെട്ടിച്ചും നിശാ പാഠശാല നടത്തിച്ചും ഹിന്ദി പ്രചരണം നടത്തിയും അദ്ദേഹം ധാരാളം ആളുകളെ ആകർഷിച്ചു. കർഷക കൂട്ടായ്മകൾ ഇവിടെ ഉണ്ടാക്കി. 1914 ശിവയോഗ വിലാസം എന്ന മാസിക അദ്ദേഹം പുറത്തിറക്കി. 1929 തൻ്റെ അനുയായികളോട് ദേശീയ സ്വാതന്ത്ര്യത്തിനായി പ്രവർത്തിക്കാനും വാഗ്ബടാനന്ദൻ ആഹ്വാനം ചെയ്തു.